വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ആർസിഎമ്മിലോട്ട് വന്നിട്ട് നമ്മുടെ സിംഗാപുരത്തിന് ആണ് എന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെട്ടത്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ മോഡി കെയർ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഇഷ്ടം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ കുറേ തിരിച്ചറിവ് വന്നു. അതിൽ നടന്നിട്ട് കാര്യമില്ല. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സ്ഥാപനം നടന്നിട്ട് നമ്മുടെ സമയവും എനർജിയും നമ്മൾ താഴെ കുറേ പേരെ കൊണ്ടുവന്ന് കൊടുക്കും. കാരണം അന്നൊക്കെ നമ്മൾ 4-5 പ്രോഡക്റ്റ് ഉള്ളൂ, 3000 രൂപ സാധനം എടുക്കണം. പിന്നെ ഇന്ന് അതിനകത്ത് വേറെ ബെനിഫിറ്റ്സ് ഒന്നും അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനില്ല. എന്നിട്ട് പോലും നമ്മൾ കുറേ ചെയ്താണ്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിനോട് വളരെ പുച്ഛമുള്ള സമയമായിരുന്നു. സത്യത്തിൽ സമയമാണ് അത് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ഞാൻ ബ്യൂട്ടീഷ്യനായതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല. എന്നെ കൊണ്ട് പരിചയപ്പെട്ട് കീസോളിൻ്റെ പ്രോഡക്റ്റാണ്. എന്നെ കൊണ്ട് കീസോളിൻ്റെ ഫേസ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ കിറ്റ് ഉണ്ട് ഒരെണ്ണം. അതും സൺസ്ക്രീമും ആണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തി. പിന്നെ നമ്മളെ നിങ്ങളുടെ ബോഡി ലോഷൻ, ഓയില്, ഷാമ്പു അതും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അത് കയ്യിൽ തേച്ചിട്ടാണ് ഫസ്റ്റ് നോക്കിയത്. ഫേസ് ഞങ്ങൾ ഇഷ്ടംപോലെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തേച്ചിട്ട് നോക്കിയത്. അത് തേച്ചത് സ്ക്രബ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലായിടത്തും ഒരു ഡ്രൈ ആവും. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്കൊരു എലാസ്റ്റിക് ടൈപ്പാണ് വന്നത്. അതായത് സ്ക്രബ് നമ്മുടെ മോയ്സ്ചറൈസർ കളയാണ്ട് തന്നെ സ്ക്രബ് ചെയ്യാം. അതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗുണം. മറ്റേത് കെമിക്കൽ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ ഇപ്പോൾ O3+ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയതാണ്. O3+ എന്ന് പറഞ്ഞ ഫേഷ്യൽ അതൊരു 3000 രൂപയ്ക്ക് സാധനം എല്ലാവരും വാങ്ങിക്കണം സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നി. അപ്പോഴും ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പ്രോഡക്റ്റ് വാങ്ങിക്കാം, ഞാൻ ചെയ്യാം. അങ്ങനെ മാഡം കൊണ്ടുവന്ന ആളാണ് അനിത മാഡം. അനിത മാഡമാണ് എനിക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഇത് എന്തൊക്കെ യൂസ് ചെയ്യണം, തവിടിനുള്ള ഗുണം എന്താണ്. മാഡം പറഞ്ഞപ്പോൾ മാഡം ആദ്യം തന്നെ കാണിച്ചാൽ ലിസണിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് റെസ്പെക്ട്, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. എനിക്ക് പറയാനുള്ള എല്ലാം കേൾക്കാനുള്ള ക്ഷമ കാണിച്ചു മാഡം. എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ അപ്പം മാഡം പറഞ്ഞു ചെയ്യണമെന്ന് നിർബന്ധത്തിൽ സാധനം വാങ്ങിച്ചാൽ മതി. സാധനം യൂസ് ചെയ്ത് ഞാൻ ഗോതമ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. രാത്രി ഇതാണ്. അപ്പോൾ ഇത് മാറ്റിയാണ് ആദ്യം വേണ്ടത് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. പെണ്ണുങ്ങളല്ല എൻ്റെ ആൾ. അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ എന്താണെങ്കിലും ഗോതമ്പൊടിയില്ല അവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആദ്യം ഉണ്ടാക്കി തന്നെ നല്ല സോഫ്റ്റും നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇത് പിറ്റേ ദിവസം കാലത്ത് എടുത്താലും തന്നെ ചൂടാക്കും. മറ്റുള്ള എന്തും ചൂടാക്കി തന്നെ കല്ലച്ചു. ഇത് അങ്ങനത്തെ ഉണ്ട്, ഞാൻ കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് എനിക്ക് സന്തോഷം കിട്ടിയത്. പിന്നെ ഫേഷ്യൽ കിട്ടിയിരുന്നു. പിന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ തവിടെണ്ണ എല്ലാം ഇപ്പോൾ വീട്ടിൽ ഞാൻ ക്ലാസ് വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച്. കാരണം അത് വെച്ചത് വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടുകാർക്ക് അത് അറിഞ്ഞിരിക്കണം. എനിക്കറിഞ്ഞാൽ പോരാ. എൻ്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളാണ്. അപ്പോൾ അവൾക്കത് ആദ്യം അറിയണം. അതിനു വേണ്ടി വെച്ച് വൈഫ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വുമൻ ടാബ്ലറ്റ് കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല. 15 എണ്ണം സ്ലിപ്പ് എടുത്തിട്ട് ഒരു ദിവസം കഴിക്കും. പിന്നെ എൻ്റെ നിർബന്ധമാണ്. പക്ഷേ ഇവരൊക്കെ വന്ന് ആ ക്ലാസ് ഇരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന് കേട്ട് എന്താ പറയണൊക്കെ എല്ലാം കേട്ട് ഞാൻ പറയണ്ട കൊടുക്കാത്ത എടുത്ത്. ഇപ്പം ഇന്നലെ എൻ്റെ ഇളയ മോളെ ക്യാൻവാസ് ചെയ്യേണ്ടത് നീ നാളെ തൊട്ട് കഴിക്കണം. ഞാൻ പറഞ്ഞ പൈസ ഇപ്പം ഇല്ല, അടുത്ത മാസത്തോട്ട് കഴിച്ചാൽ മതി. അത് അവര് ഇപ്പം ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ആട്ടയുടെ കാര്യമാണ്. പക്ഷേ ആട്ടെന്ന് പറഞ്ഞ ചെറിയ സംഭവത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ, കുറേ പ്രോഡക്റ്റ് അറിയാം. ഉപ്പ് അതൊക്കെ ഭയങ്കര അനുഗ്രഹമാണ് ഉപ്പൊക്കെ. കാരണം എനിക്ക് ഉപ്പ് ഭയങ്കര പ്രശ്നമാണ്. ചായപ്പൊടി ഞാൻ അതിൻ്റെ ഒരു പ്രത്യേകം പറയണമെന്നുണ്ടാവും. ഞാൻ ഹിന്ദുസ്ഥാൻ ലിവറിൽ ടേസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. നമ്മളവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ഗാർഡനിലെ ചായപ്പൊടികൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കും. സാറ് ഇങ്ങനെ ഇതുകൊണ്ടാണ് ടേസ്റ്റ് ചെയ്യണം. വലിച്ച് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗാർഡൻ, അതിൻ്റെ തിക്നെസ്, അതായത് അതിൻ്റെ കടുപ്പം, നിറം അത് നമുക്ക് എഴുതി വെക്കണം ഓരോ ഗാർഡനിൻ്റെ. അങ്ങനെ ചെക്ക് ചെയ്യണം. അത് ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ഞാൻ പാൽ ചായ കുടിക്കാറില്ല, ചായയും കുടിക്കാറില്ല. വല്ലപ്പോഴും കട്ട ചായ കുടിക്കും. ചായ അറിയാമല്ലോ, നമ്മളിവിടെ ചായപ്പൊടി ലൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പൊടിയുടെ അങ്ങേപ്പുറമാണ്. നമ്മൾ ചായപ്പൊടി ഞാൻ 10 രൂപയുടെ പാക്കറ്റാണ് കൊണ്ടുപോയി വീട്ടിൽ. അതാദ്യം. എന്നിട്ട് ഞാൻ തന്നെയാണ് ചായപ്പൊടി ഇട്ട് എല്ലാവർക്കും ചായ കൊടുത്ത്. ഒന്നും പറഞ്ഞൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. കളറും ഇതെല്ലാം ഇഷ്ടം. അപ്പം ഞാൻ കാര്യം പറഞ്ഞതാണ് ചായപ്പൊടി ഇങ്ങനെ കാര്യം. എനിക്ക് കൂടുതൽ അതാണ് നമ്മൾ എനിക്ക് ആ ടേസ്റ്റ്, ഇതിന് നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് ചായപ്പൊടി ഇടുമ്പോൾ ആ ചൂടുവെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് ചായ കുടിക്കുമ്പോൾ ടേസ്റ്റും എനർജിയും വളരെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഉപയോഗിക്കണേ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഉപയോഗിച്ചിട്ട് വന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരിലോട്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. അതിനൊരു എളുപ്പ വഴി ഞാൻ നോക്കിയപ്പോൾ ചേർന്ന് പിറ്റേ ആഴ്ച 2ാമത്തെ ആഴ്ച തന്നെ ഞാൻ ഡിസ്പ്ലേ ബോർഡ് സെറ്റ് ചെയ്തു. കാരണം എൻ്റെ ഷോപ്പിൽ തന്നെ ഇട്ടേക്കണം. ഷോപ്പിൽ ഇടാൻ പാടില്ല ശരിക്കും, ഫുഡ് പ്രോഡക്റ്റാണത്. അപ്പോൾ ഷോപ്പിൽ ഇടാൻ അതിന് ഇപ്പോൾ 2ാമത്തെ ലൈസൻസ് എടുക്കണം. പക്ഷേ അവിടെ വെറുതെ ഇട്ടിട്ട് ഹെയർ കട്ട് ചെയ്ത് ഇരിക്കുമ്പോൾ ബാക്കിൽ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ഇതെന്താണ്. അപ്പോൾ ഞാൻ പോയിരുന്ന അടുത്തിരുന്നു പറഞ്ഞു കൊടുത്തു. അവിടുന്ന് എനിക്ക് കിട്ടാതെ ഒരു 10-50 രൂപയാണെങ്കിൽ ഞാനത് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ താഴെ വന്നവരെ ഹെൽപ്പ് ചെയ്യാനും കൂടി നമ്മളത് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷം RCMലോട്ട് കൊണ്ടുവന്നതിൽ, പരിചയപ്പെടുത്തിയതിലും എല്ലാത്തിനും സന്തോഷം. പിന്നെ RCMന് എൻ്റെ എല്ലാവിധ നന്ദി, കുടുംബത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.